മലപ്പുറത്തെ നിപ പരിശോധനയിൽ ആശ്വാസം. മരിച്ച 14 വയസ്സുകാരൻ്റെ രക്ഷിതാക്കളുടേതുൾപ്പെടെ ഇന്ന് പരിശോധിച്ച 9 സാമ്പിളുകളുടെയും ഫലം നെഗറ്റീവാണ്. രോഗലക്ഷണമുള്ള 15 പേർ നിരീക്ഷണത്തിൽ തുടരുന്നു. 406 പേരാണ് സമ്പർക്ക പട്ടികയിൽ. ഹൈറിസ്ക് കാറ്റഗറിയിൽ 194 പേർ. ഇതിൽ 139 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. രോഗലക്ഷണമുള്ള തിരുവനന്തപുരം, പാലക്കാട് സ്വദേശികളുടെ പരിശോധനാ ഫലം നാളെ പുറത്തുവരും. നിലവിൽ രോഗലക്ഷണങ്ങളോടെ 15 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2023 നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ വവ്വാലുകളിൽ കണ്ടെത്തിയ അതേ വൈറസ് ഇത്തവണത്തെ പരിശോധനയിലും കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവാണ്. IP അഡ്മിഷനിൽ 15 പേരാണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 12 പേരും, തിരുവനന്തപുരത്ത് 2 പേരും, കോഴിക്കോട് ഒരാളും. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ 7239 വീടുകളിൽ സർവേ പൂർത്തിയായപ്പോൾ 439 പേർക്ക് പനി സ്ഥിരീകരിച്ചു. ഇതിൽ 4 പേർ കുട്ടിയുടെ സമ്പർക്കത്തിൽ ഉൾപ്പെട്ടവരാണ്. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന അതിർത്തിയിൽ തമിഴ്നാട് സർക്കാർ പരിശോധന കർശനമാക്കി. പാലക്കാട് വാളയാർ അതിർത്തിയിലാണ് പരിശോധന. ശരീര താപനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 24 മലപ്പുറം. ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിപ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ 2 പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 9 പേരുടെ ഫലം നെഗറ്റീവാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 പേരുടെ. തിരുവനന്തപുരത്ത് കുറച്ച് ആശങ്കയുണ്ടായിരുന്ന കേസാണ്. അത് രണ്ടും നെഗറ്റീവാണ് എന്ന ആശ്വാസ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്.